ഫോക്ലാൻഡ് യുദ്ധത്തിന്റെ ചോരയുണങ്ങാത്ത ഓർമ്മകൾ, ഡീഗോ മറഡോണയുടെ ദൈവത്തിന്റെ കൈകൾ, ഡേവിഡ് ബെക്കാമിന്റെ കണ്ണീരും മധുരപ്രതികാരവും. ഫുട്ബോൾ ലോകം നെഞ്ചേച്ചിയ ആ ഏറ്റവും വലിയ മഹാപോരാട്ടത്തിന് വിശ്വവേദി വീണ്ടും സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ്. നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഇതാ നേർക്കുനേർ വരുന്നു. 2026 വിശ്വവേദിയുടെ വമ്പൻ സെമി ഫൈനലിൽ ബുധനാഴ്ച അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയം ഈ ചോരപ്പകയുടെ പുതിയ യുദ്ധക്കളമാകും. ലോകകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഈ ചിരവൈരികൾ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ കൊമ്പുകോർക്കാൻ ഇറങ്ങുന്നത്. ഇത് വെറുമൊരു ഫുട്ബോൾ മത്സരമല്ല, ഇതിഹാസങ്ങൾ കുറിച്ചിട്ട കനൽ മൂടിയ ചരിത്രത്തിന്റെ തുടർച്ചയാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കളി വെറുമൊരു കായിക വിനോദമല്ല, അതിനു പിന്നിൽ പൊള്ളുന്ന രാഷ്ട്രീയമുണ്ട്. 1982 ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഫോക്ലാൻഡ് ദ്വീപുകൾക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ 600-ലധികം അർജന്റീൻ സൈനികരും 150-ലധികം ബ്രിട്ടീഷ് സൈനികർക്കുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ യുദ്ധത്തിന്റെ മുറിപ്പാടുകളുമായാണ് പിന്നീട് ഓരോ തവണയും അവർ മൈതാനത്ത് പന്ത് തട്ടിയത്. എന്നാൽ ഈ വൈരത്തിന് യുദ്ധത്തെക്കാൾ പഴക്കമുണ്ട്. 1966 ലോകകപ്പ് ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് അർജന്റീനയെ തോൽപ്പിച്ച മത്സരം വലിയ വിവാദമായിരുന്നു. അർജന്റീനിയൻ ക്യാപ്റ്റൻ ആന്റോണിയോ റാച്ചിന് റഫറി നൽകിയ ആ ചുവപ്പ് കാർഡിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് ഫുട്ബോൾ ചരിത്രത്തിൽ മഞ്ഞ ചുവപ്പ് കാർഡുകൾ ഔദ്യോഗികമായി ഏർപ്പെടുത്താൻ തന്നെ കാരണമായത്. അർജന്റീനക്കാർ ഇന്നും ആ മത്സരത്തെ വിളിക്കുന്നത് നൂറ്റാണ്ടിന്റെ മോഷണം എന്നാണ്. പക്ഷേ ഇതിനെല്ലാം അർജന്റീന പലിശ സഹിതം വീട്ടിയത് 1986 മെക്സിക്കോ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ ഡീഗോ മറഡോണ എന്ന ഒറ്റയാൾ പട്ടാളം ഇംഗ്ലണ്ടിന്റെ നെഞ്ചു പിളർന്നു. കൈകൊണ്ട് തട്ടിയിട്ട ആദ്യ ഗോൾ ദൈവത്തിന്റെ കൈ എന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടപ്പോൾ 5 ഇംഗ്ലീഷ് പ്രതിരോധ നിരക്കാരെയും ഗോൾ കീപ്പറെയും കാറ്റിനേക്കാൾ വേഗതയിൽ വെട്ടിച്ച് മറഡോണ നേടിയ രണ്ടാം ഗോൾ നൂറ്റാണ്ടിന്റെ ഗോളായി മാറി. അത് വെറും ഒരു ഗോളായിരുന്നില്ല, ഫോക്ലാൻഡ് യുദ്ധത്തിനുള്ള അർജന്റീനയുടെ മധുര പ്രതികാരമായിരുന്നു. കഥ അവിടെയും തീർന്നില്ല. 1998 ലോകകപ്പിൽ ഡീഗോ സിമിയോണിയെ ഫൗൾ ചെയ്തതിന് ഇംഗ്ലണ്ടിന്റെ വണ്ടർ ബോയ് ഡേവിഡ് ബെക്കാം ചുവപ്പ് കാർഡ് കണ്ട് കണ്ണീരോടെ പുറത്തുപോയതും ഷൂട്ടൌട്ടിൽ അർജന്റീന ജയിച്ചതും മറ്റൊരു ചരിത്രം. എന്നാൽ 2002 ഒരു പെനാൽറ്റി ഗോളിലൂടെ അർജന്റീനയെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താക്കി ബെക്കാം ഇംഗ്ലണ്ടിനായി കണക്കു തീർത്തു. ഇപ്പോഴിതാ 2026 കഥ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. തന്റെ 2 പതിറ്റാണ്ട് നീണ്ട ഇതിഹാസ കരിയറിൽ ലയണൽ മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര മത്സരമാകും ഈ ബുധനാഴ്ചത്തേത്. അതെ, 2005 മെസ്സി അരങ്ങേറിയ ശേഷം ഇരു ടീമുകളും ഒരു സൗഹൃദ മത്സരം പോലും കളിച്ചിട്ടില്ല. 8 തവണ ബാലൻഡിയോർ നേടിയ നിലവിലെ ലോക ചാമ്പ്യനായ മെസ്സിക്ക് തന്റെ കരിയറിലെ ഏറ്റവും അപൂർവവും കടുപ്പമേറിയതുമായ പരീക്ഷണമാണിത്. വിശ്വവേദിയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 2 തവണ വീതം വിജയിച്ച് തുല്യത പാലിക്കുകയാണ്. ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ ആ തുല്യത ആര് തകർക്കും? അറ്റ്ലാന്റയിൽ പുതിയൊരു ചരിത്രം എഴുതാൻ മെസ്സിപ്പടയും ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടും ബൂട്ടണിയുമ്പോൾ ഫുട്ബോൾ ലോകം ഒന്നാകെ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കും. ഈ തവണ ദൈവത്തിന്റെ കൈ തുണയ്ക്കുമോ, അതോ 3 ലയൺസ് അർജന്റീനയുടെ കോട്ട തകർക്കുമോ? Waytonikah.com, the exclusive Muslim matrimonial site.